ഗാനഗന്ധർവൻ അതിൽ കുറെയൊക്കെ വ്യക്തിപരമായ അനുഭവങ്ങളും ഇല്ല, കാര്യമായിട്ടില്ല. അതിൽ വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് അത് ആളുകൾ ഗാനമേള വേദികളിൽ നടക്കുന്ന തമാശയും ഗാനമേളക്കാരുടെ ജീവിതകഥയുമാണ് എന്നൊക്കെയാണ് ബേസിക്കലി വിചാരിക്കുന്നത്. അതിന്റെ ബേസ് ഒറ്റ വരി അതല്ല. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് കുറെ നിയമപരിരക്ഷകളുണ്ട്. ഇത് ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലൊരു ഇങ്ങനെയൊക്കെ ചോദിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു സീൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഒരു വക്കീല് ജഡ്ജിനോട് ചോദിക്കുന്നുണ്ട്, സാറേ ഇവിടെ വാദിക്കാൻ വരുന്ന എന്നെ സാർ അർത്ഥം വെച്ച് നോക്കാറുണ്ടെന്നും മോശം കാണിച്ചു എന്നും ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ മാധ്യമങ്ങളും പൊതുജനങ്ങളും ആളുകളും എൻ്റെ കൂടെ നിൽക്കുമോ സാറിൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. അതായിരുന്നു അതിൻ്റെ വിഷയം. ഒരു പെണ്ണ്, ഒരു വിവാഹിതനായ കുട്ടിയുള്ള ഒരാൾക്കെതിരെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പോയ ശേഷം ടപയെന്നൊരു ആരോപണം ഉന്നയിച്ചാൽ അതിൽ നിന്നും പുള്ളി ഊരി വരുന്നതാണ് അതിൻ്റെ കഥ. അത് മരിച്ചുപോയ സച്ചിയേട്ടനാണ് അതിൻ്റെ കുറേ കാര്യങ്ങളിൽ എന്നെ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാണ് അതിൻ്റെ സെക്കൻഡ് ഹാഫും കോടതിയുടെ വാദവും ഏരിയകളും എല്ലാം